നിങ്ങൾക്ക് പുതിയ വീഡിയോ ആദ്യമേ സ്വാഗതം. ഇന്ന് നമ്മളൊക്കെ വീട്ടിലേക്ക് സ്പ്ലിറ്റ് എസിലേക്ക് വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളം ലീക്ക് ആവുന്നത്, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കാനും അങ്ങനെ വെള്ളം ലീക്ക് വരാതിരിക്കും എന്തൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. വീഡിയോയ്ക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കുക. എന്താ കഴിഞ്ഞാൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന മറന്നു ലൈക്ക് ചെയ്യുക, അതിനൊക്കെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനൊക്കെ നമ്മൾ നീട്ടുന്നില്ല. അപ്പം നമ്മൾ നേരെ വർക്കിലോട്ട് പോവുകയാണ്. ഒരു സ്പ്ലിറ്റ് എസിയുടെ വെള്ളം ലീക്കായി കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്ത് ഇനി അങ്ങനെ വരാതെ എങ്ങനെ സൂക്ഷിക്കുന്ന വീഡിയോ നമ്മൾ നേരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞാണ്. വീട്ടിൽ എ സി ഓണാക്കാൻ പറ്റുന്നില്ല, ഹാള് നിറച്ച് വെള്ളം എന്ന് പറയും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എ സിയുടെ അവസ്ഥ ഇതാണ്. മഴ പെയ്യണക്ക് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കവറൊക്കെ ഇളക്കാൻ പോകുന്നത് ഇത് എൻ്റെ എന്തിട്ടാണ് ഇത് പറഞ്ഞത് നമുക്ക് ഈ വർക്കിലൂടെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളതിന് ഇവിടെ താഴെ കാണാം, താഴെ ബക്കറ്റ് നിറച്ച് വെള്ളമാണ്. അതിനൊക്കെ ടൈലും നിറച്ച് വെള്ളം, ടൈലും ഫുള്ള് വെള്ളമാണ്. ടൈലും നമ്മൾ കാല് വെച്ചാൽ വീഴുന്നു, അതേ കണക്ക് വെള്ളമാണ്. ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടാണ്, അപ്പോൾ തഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പോയി അതിൻ്റെ കവറൊക്കെ ഇളക്കി അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇളക്കി അത് ഓപ്പൺ ആക്കാൻ പോകുന്നു. സ്ക്രൂ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാം, നിങ്ങളൊരു കുറച്ച് പൈസയ്ക്ക് വേണ്ടി ലാഭം കാണിക്കുന്നതാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ എ സി ഒന്നും സർവീസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ചൂട് ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് നല്ല ചൂടാണ്. ബേറിൽ തന്നെ ഇപ്പോൾ 45-ൻ്റെ മേലെ ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എ സി കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്തില്ല. ഇതേ കണക്ക് കച്ചവടങ്ങൾ വന്നിട്ട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഇത് വന്ന് ബ്ലോക്കായിട്ട് ഇതേ കണക്ക് വെള്ളം നമ്മളെ ബെഡിലോട്ടും അതേ കണക്ക് തന്നെ റൂമിലോട്ടൊക്കെ മറിയുന്നത്. അപ്പോൾ ടെക്നീഷ്യന്മാരെ ആ രാത്രിയും വിളിച്ചാൽ നമുക്ക് കിട്ടത്തുമില്ല. നമ്മൾ പിന്നെ എ സി ഓഫ് ചെയ്യേണ്ട അവസ്ഥ പോലും ചൂടത്ത് കിടക്കേണ്ട അവസ്ഥ. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെ ഫാമിലി മെമ്പേഴ്സും ഇത് കാണുമോ എല്ലാവരും. മസ്റ്റായിട്ട് അവരെ വിൻഡോ എ സി ആയിക്കോട്ടെ, സെൻട്രൽ എ സി ആയിക്കോട്ടെ, എ സി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു വർഷത്തിൽ ഒരിക്കൽ ചൂട് തുടങ്ങുമ്പോൾ സർവീസ് ചെയ്ത് വയ്ക്കുക. സർവീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സർവീസ് ചെയ്ത് വയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളിപ്പം കമ്പ്യൂട്ടർ കുത്തി അതിൻ്റെ ഹോള് ഓപ്പൺ ആക്കുകയാണ്. അതിൻ്റെ ഹോൾ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് കാണാം അതിൻ്റെ അതായത് ബേസ് മൊത്തം ആ കച്ചറ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, ശാലം പോലും വെള്ളം പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ അറിയാൻ പറ്റും. ഫുള്ളെല്ലാം പായലൊക്കെ പിടിച്ച് കിടക്കുക. അത്രയ്ക്ക് നമ്മളെ നാട്ടിലും കുളത്തിലൊക്കെ പായൽ പിടിച്ച് കിടക്കണക്ക് അത്രയ്ക്ക് പായലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡ്രെയിനേജ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ താഴോട്ട് കച്ചറ പറഞ്ഞ കാണാം. കറാന്ന് പറഞ്ഞാണ് അതിൻ്റെ കച്ചറ, അതിൻ്റെ അകത്തുനിന്ന് ആ കച്ചറ വരുന്നത്. ഇനി നമ്മൾ അതൊന്ന് കൈയിട്ട് അതിൻ്റെ ഡ്രെയിനേജിൻ്റെ ആ ഭാഗം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിങ്ങൾക്ക് കൂടെ കാണാം അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുകയാണ്. നമ്മൾ വെള്ളം വീത്തിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് വെള്ളം വീത്തിയിട്ട് ഇതൊന്നും മൊത്തത്തിൽ ആ ഡ്രെയിൻ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കണക്ക് അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ എ സി സർവീസ് ചെയ്യണം. അപ്പം ഈ സർവീസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി പ്രശ്നം വരും. അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി ഡ്രെയിനേജൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ്. അത് നമ്മൾ വെള്ളം വീത്തി അതിൻ്റെ അകത്ത് കൈയൊക്കെ ഇട്ട് വരച്ച് തുണിയൊക്കെ ഇട്ട് വരച്ച് അതിൻ്റെ ഡ്രെയിൻ നമ്മൾ ക്ലീനാക്കിയിട്ട് നമ്മൾ വെള്ളം വീത്തിയിട്ട് അതിൻ്റെ ഡ്രെയിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മളിത് ക്ലീനാക്കിയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കച്ചവട നല്ല പോകണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം വീണ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പായലൊടിച്ച് കണക്കിരിക്കുകയാണ് കച്ചവടങ്ങൾ പോകുന്നത്. അത്രയ്ക്ക് നല്ല കട്ട് ചെയ്യുകയാണ്. ഇതെനിക്കൊന്ന് കഴിഞ്ഞ വർഷവും ചെയ്തിട്ടില്ല, അതിൻ്റെ അങ്ങേ വർഷവും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് കച്ചവടമാണ് ഈ എ സിയിൽ പിടിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നത് നമ്മളെ ഫാമിലീസ് എങ്ങനെയായാലും നിങ്ങളെ പൈസ നോക്കാതെ എ സിയെ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ പണിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. തണുപ്പ് കുറയും, ഫാൻ്റെ ബ്ലോവിങ്ങിൻ്റെ സ്പീഡ് കുറയും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതായപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കച്ചവടങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ കൈയിട്ട് വരച്ചതിന് ശേഷം ക്ലീനാക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണാം ഇതിൻ്റെ അകത്ത് മൊത്തം നേരത്തെ എത്ര കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അത് കച്ചവടം ഒരു ഇതെല്ലാം പോയിട്ടുണ്ട്. ഇനിയും വേണ്ടി നമ്മൾ വെള്ളം ഒന്നും കൂടെയൊക്കെ ഒഴിച്ച് അത് ക്ലീനാക്കി നല്ല രീതിക്ക് പുതിയതൊക്കെ ആക്കിയിട്ട് നമ്മൾ അടയ്ക്കും. ഇപ്പോൾ ഈ സൈഡിലൊക്കെ കച്ചവടമൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ശകല ഇരിപ്പുള്ളൂ. ഈ ചെറിയൊരു ഇത് മതി, ചെറിയൊരു പെൻസിലിൻ്റെ ഹോൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെള്ളം പോകാനുള്ള ഡ്രെയിനിൻ്റെ ആ ഹോള്. നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കണ്ട, ഒരു ചെറിയൊരു പെൻസിലിൻ്റെ ഹോൾ മാത്രമേ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഈ വെള്ളം എ സിയുടെ വെള്ളം പോകുന്നത്. അപ്പോൾ ഈ കച്ചറ കുറച്ച് മതി വന്നത് ബ്ലോക്കാനായിട്ട്. ഇപ്പോൾ നമ്മളത് വെള്ളം വീത്തി മൊത്തം ക്ലീനാക്കാൻ പോവുകയാണ്. വീണ്ടും വെള്ളം വീത്തിയിട്ടുണ്ട്. വെള്ളം വീത്തിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരുവിധം കച്ചവടം എല്ലാം പോയി ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെള്ളം തന്നെ റിട്ടേൺ വരണത്. ഇത് കണക്ക് നിങ്ങൾ എ സിയൊക്കെ നല്ല വൃത്തിയാണ് നിങ്ങൾ ക്ലീനാക്കി വയ്ക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നമുക്ക് പണി കിട്ടുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഡ്രെയിനെല്ലാം ക്ലീനാക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലൈക്ക് തന്നെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയറും കമൻറ്റും അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എ സിയൊക്കെ നിങ്ങൾ സർവീസ് ചെയ്ത് വയ്ക്കുക.